നമസ്കാരം. ഉച്ചവാർത്തയിലേക്ക് പ്രേക്ഷകർക്ക് സ്വാഗതം. ആദ്യം നോക്കാം പ്രധാന വാർത്തകൾ. പിണറായി സർക്കാരിന് തീവ്ര വലതുപക്ഷ നിലപാടെന്നും അതാണ് ഇടത് സാംസ്കാരിക പ്രവർത്തകരെ സർക്കാരിനെതിരാക്കിയതെന്നും വി ഡി സതീശൻ. നല്ല കമ്മ്യൂണിസ്റ്റുകൾ UDF-മായി സഹകരിക്കുമെന്നും പ്രതിപക്ഷ നേതാവ്. മധ്യവർഗത്തെ സന്തോഷിപ്പിക്കലല്ല, ശബ്ദമില്ലാത്തവരെ കേൾക്കുന്നതാണ് ജനാധിപത്യമെന്ന് കെ സച്ചിദാനന്ദന്റെ ഫേസ്ബുക്ക് പോസ്റ്റ്. പറയുന്നത് ശരിയായി മനസ്സിലാകാത്തവരാണ് തന്നെ വിമർശിക്കുന്നതെന്നും പോസ്റ്റിൽ. സച്ചിദാനന്ദൻ ഇടതുപക്ഷ ബന്ധുവെന്നും ബന്ധുക്കൾ പുകഴ്ത്തണമെന്ന് പറയാൻ പറ്റില്ലെന്നും ബിനോയ് വിശ്വം. വിമർശനങ്ങളെ അവസരങ്ങളായി കാണുന്നുവെന്ന് തോമസ് ഐസക്. സിനിമാ താരം ജയറാമിന് ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായുള്ള ബന്ധത്തിന്റെ വിശദാംശങ്ങൾ അറിയാൻ ED ചൊവ്വാഴ്ച ഹാജരാകാൻ സമൻസ്. ഋതം ജ്വല്ലറിയുടമ ഗോവർദ്ധനന് തിരിച്ചടി. ജാമ്യഹർജി സുപ്രീം കോടതി തള്ളി. SIT-യിൽ CPM ഏജന്റുമാരെന്നും അടൂർ പ്രകാശിന്റെ മൊഴിയെടുത്ത സാഹചര്യത്തിൽ മുഖ്യമന്ത്രിയുടെ മൊഴിയും എടുക്കണമെന്നും വി ഡി സതീശൻ. ശബരിമലയിലെ സ്വർണ്ണക്കൊടിമര പുനർനിർമ്മാണത്തിൽ അറ്റകുറ്റപ്പണിക്ക് ഉത്തരവിട്ടത് ഹൈക്കോടതിയെന്നും സ്വർണത്തിന്റെ കണക്കിൽ വീഴ്ചയില്ലെന്നും അജയ് തറയിൽ. ലോക്സഭയിൽ സ്തംഭനം ഒഴിവാക്കാൻ സാധ്യത തെളിയുന്നു. സ്പീക്കറുമായി കൂടിക്കാഴ്ച നടത്തി പ്രതിപക്ഷ നേതാക്കൾ. ബജറ്റ് ചർച്ചയിൽ ആദ്യം സംസാരിക്കണമെന്ന നിലപാട് മയപ്പെടുത്തി രാഹുൽ ഗാന്ധി. ചർച്ചയ്ക്ക് ശശി തരൂർ തുടക്കമിടും. സ്പീക്കർക്കെതിരായ അവകാശ ലംഘന നോട്ടീസിൽ തീരുമാനം വൈകുന്നു. ലോക്സഭയിൽ ഇന്നും പ്രതിപക്ഷ പ്രതിഷേധം. സഭാ നടപടികൾ 2 മണിവരെ നിർത്തിവെച്ചു. സഭ നടത്താൻ പ്രതിപക്ഷം അനുവദിക്കുന്നില്ലെന്ന് കേന്ദ്രമന്ത്രി കിരൺ റിജിജു. VC മോഹൻ കുന്നുമ്മലിനെതിരെ പ്രതിഷേധവുമായി SFI മാർച്ച്. സർവകലാശാലയിലേക്കുള്ള മാർച്ച് അക്രമാസക്തം. പോലീസ് ജലപീരങ്കി പ്രയോഗിച്ചു. ബാരിക്കേഡ് തള്ളിമാറ്റി രജിസ്ട്രാർ ഓഫീസിന് മുന്നിലേക്ക് എത്തി പ്രവർത്തകർ. പ്രതിഷേധം. യൂണിവേഴ്സിറ്റി കലോത്സവത്തിന് ഫണ്ട് അനുവദിക്കുക, കായികോത്സവത്തിൽ പങ്കെടുക്കുന്ന കുട്ടികൾക്കുള്ള DA അനുവദിക്കുക എന്നീ ആവശ്യങ്ങൾ ഉന്നയിച്ചു. തിരുവനന്തപുരം സെൻട്രൽ സീറ്റിനായി കോൺഗ്രസിൽ പിടിമുറുക്കി VS ശിവകുമാർ. സീറ്റ് നൽകിയില്ലെങ്കിൽ താൻ പാർട്ടി വിടുമെന്നത് CPM-ന്റെ PR വർക്കെന്ന് ശിവകുമാർ. VS-ന്റെ മുൻ പേഴ്സണൽ സ്റ്റാഫ് A സുരേഷിനെ മലമ്പുഴയിൽ മത്സരിപ്പിക്കാൻ കോൺഗ്രസ് നീക്കം. കോൺഗ്രസ് നേതാക്കൾ ബന്ധപ്പെട്ടുവെന്ന് സ്ഥിരീകരിച്ച് സുരേഷ്. സംസ്ഥാനത്ത് സർക്കാർ ഡോക്ടർമാർ വീണ്ടും സമരത്തിലേക്ക്. ഈ മാസം 16 മുതൽ OP ബഹിഷ്കരിക്കും. 19 മുതൽ അടിയന്തരമല്ലാത്ത ശസ്ത്രക്രിയ ഒഴിവാക്കും. സമരം കടുപ്പിക്കുന്നത് ശമ്പള വർധനവും ആനുകൂല്യങ്ങളും ആവശ്യപ്പെട്ടു. പിണറായി 3.0 എന്ന് കേൾക്കുമ്പോൾ ജനം തലയിൽ കൈവെക്കുന്നുവെന്ന് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ. സർക്കാരിന് തീവ്ര വലതുപക്ഷ നിലപാടാണ്. ഭരണമാറ്റം എല്ലാവരും ആഗ്രഹിക്കുന്നു. ഇടത് സഹയാത്രികരും നല്ല കമ്മ്യൂണിസ്റ്റുകാരും വീണ്ടും പിണറായി അധികാരത്തിൽ വരരുത് എന്നതാണ് ആഗ്രഹിക്കുന്നത്. സാധാരണ ജനങ്ങളുടെ മനസ്സിന്റെ പ്രതിഫലനമാണിതെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. ഇത് മൂന്നാമത് വീണ്ടും വന്നു കഴിഞ്ഞാൽ കേരളത്തിന്റെ സ്ഥിതി എന്താകും എന്ന് സാമാന്യ യുക്തിയുള്ള എല്ലാവരും ആലോചിക്കുന്നു. അപ്പോൾ സാംസ്കാരിക പ്രവർത്തകരും ഇടതുപക്ഷ സഹയാത്രികരായിരുന്ന ആളുകളും എല്ലാവരും ഒരു ഭരണ തുടർച്ച ഉണ്ടാകരുത്, ഒരു ഭരണമാറ്റം ഉണ്ടാകണം എന്ന് ആഗ്രഹിക്കുന്നു. അതാണ്, അതിനെ അസഹിഷ്ണുതയോടുകൂടിയാണ് ഇവർ നോക്കിക്കാണുന്നത്. എന്തെല്ലാം പ്രസ്താവനകളാണ് അതിനെതിരായിട്ടും മോശമായിട്ട് അവരെക്കുറിച്ചൊക്കെ പറഞ്ഞിരിക്കുന്നത്. അവർക്കൊക്കെ അഭിപ്രായം പറയാനുള്ള സ്വാതന്ത്ര്യമുണ്ട്. ഇതിപ്പോ പിണറായി ഭരണകൂടമാണ് വിമർശിക്കപ്പെടുന്നത്, അവരുടെ നയസമീപനങ്ങളാണ് വിമർശിക്കപ്പെടുന്നത്. കേരളത്തിൽ തുടർഭരണം വേണ്ടെന്ന എഴുത്തുകാരൻ സച്ചിദാനന്ദന്റെ പ്രസ്താവനയോട് പ്രതികരിച്ച് CPI സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം. സച്ചിദാനന്ദൻ ഇടതുപക്ഷ ബന്ധുവാണ്, ബന്ധുക്കൾ പുകഴ്ത്തണമെന്ന് മാത്രം പറയാൻ പറ്റില്ല. സച്ചിദാനന്ദൻ പറഞ്ഞ കാര്യം ഗൗരവത്തിൽ കാണുന്നു. പ്രസ്താവനയോട് കാതുപൊത്തില്ല എന്നും ബിനോയ് വിശ്വം കൊല്ലത്ത് പറഞ്ഞു. സച്ചിമാഷ് ഞങ്ങളുടെ ബന്ധുവാണ്, ഇടതുപക്ഷ ബന്ധുവാണ്. ആ ബന്ധം ഞങ്ങൾ ഇന്നലെ കണ്ടപോലെ തന്നെ ഇന്നും നാളെയും വിലപ്പെട്ടതായി കാണും. അത്തരം ബന്ധുക്കൾ എല്ലാ വാക്കിലും എല്ലാ നോട്ടത്തിലും ഞങ്ങളെ പുകഴ്ത്തിയേ തീരുമെന്ന് ഞങ്ങൾ ആഗ്രഹിക്കുന്നില്ല. അവർക്ക് LDF-നെ പറ്റി ഒരു വിമർശനമുണ്ടെങ്കിൽ അതൊന്ന് പറയട്ടെ.
സച്ചിദാനന്ദന്റെ വിമർശനങ്ങളെ അവസരങ്ങളായി കാണുന്നുവെന്ന് തോമസ് ഐസക്. തുടർ ഭരണത്തിൽ ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ പാർട്ടി നേരത്തെ ചർച്ച ചെയ്തിട്ടുണ്ട്. തിരുത്തലുകൾ വരുത്തി മുന്നോട്ടു പോകുമെന്നും അദ്ദേഹം കോഴിക്കോട് പറഞ്ഞു. പല ഘട്ടങ്ങളിലായി പാർട്ടി ഇത് പരിശോധിക്കുന്നുണ്ട്. വ്യക്തിപരമായ പെരുമാറ്റ പ്രശ്നങ്ങളാണ് ചൂണ്ടിക്കാണിക്കുന്നതെങ്കിൽ പരിഹരിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു. രണ്ടാം ഭരണം കിട്ടിക്കഴിഞ്ഞപ്പോൾ ഞങ്ങളുടെ സംസ്ഥാന സമ്മേളനം തന്നെ പ്രമേയം പാസ്സാക്കിയിട്ടുണ്ട്. ഇങ്ങനെ അപകടമുണ്ട്, ജാഗ്രത പുലർത്തണം. അത് കഴിഞ്ഞ് പിന്നെ ഞങ്ങൾ പരിശോധിച്ചപ്പോൾ ഈ തെറ്റുകളൊക്കെ ഒന്നും തിരുത്തപ്പെട്ടിട്ടില്ല. വലിയ തിരുത്തൽ പ്രസ്ഥാനത്തിന് രൂപം നൽകി. അവർ തെറ്റുകൾ പറയും, ചൂണ്ടിക്കാണിക്കും, വിമർശനങ്ങൾ പറയും. അത് നമ്മൾ പരിശോധിച്ച് തിരുത്തി നമ്മൾ മുന്നോട്ട് പോകും. അതുകൊണ്ടാണ് ഞങ്ങൾ ജാഗ്രത പുലർത്തുന്നത്. അതുകൊണ്ടാണ് വളരെ കർശനമായിട്ടുള്ള നിലപാടുകൾ ഇക്കാര്യത്തിൽ എടുക്കുന്നത്. സാംസ്കാരിക നായകന്മാരെല്ലാം പ്രിയപ്പെട്ടവരാണെന്ന് മന്ത്രി കെ രാജൻ. അവർ അവരുടെ അഭിപ്രായങ്ങൾ പറയുന്നു, ചിലർ തിരുത്തുന്നു. ശരിയെന്തെന്ന് കാലം തെളിയിക്കും. സച്ചിദാനന്ദൻ മാഷ് അഭിപ്രായം പറഞ്ഞു കഴിഞ്ഞു. അവരെ തിരുത്താൻ താനില്ലെന്നും അദ്ദേഹം പറഞ്ഞു. തുടർ ഭരണത്തിനെതിരെ വിമർശനം കടുപ്പിച്ച് വീണ്ടും സച്ചിദാനന്ദൻ. ജനാധിപത്യം മധ്യവർഗത്തെ സന്തോഷിപ്പിക്കലല്ല, ശബ്ദമില്ലാത്തവരെ കേൾക്കുന്നതാണ്. വിമർശനം ഉന്നയിക്കുന്നത് താൻ പറയുന്നത് ശരിയായി മനസ്സിലാകാത്തവരെന്നും കെ സച്ചിദാനന്ദൻ പറയുന്നു. ഫേസ്ബുക്ക് പോസ്റ്റിലൂടെയാണ് വിമർശനം ഉയർന്നു വന്നത്. വിവരങ്ങളുമായി ഹരീഷ് നാരായണൻ ചേരുന്നുണ്ട് തൃശ്ശൂരിൽ നിന്നും. ഹരീഷ്, സച്ചിദാനന്ദൻ വീണ്ടും വിമർശനവുമായി രംഗത്ത് വരുമ്പോൾ വലിയ തരത്തിലാണ് ഇടതുപക്ഷം ഇതിനെ പ്രതിരോധിക്കുന്നത്. തങ്ങളുടെ നിലപാട് ഇതല്ല എന്നാണ് ഇടതുപക്ഷം പറഞ്ഞു വെക്കുന്നത്. എങ്ങനെയായിരിക്കും സച്ചിദാനന്ദന്റെ വീണ്ടുമുള്ള ഈ പ്രസ്താവനയെ LDF കാണുക? അശ്വതി, സച്ചിദാനന്ദൻ ആ ഒരു നിലപാടിൽ തന്നെ ഉറച്ചു നിൽക്കുന്ന ഒരു കാഴ്ചയാണ് നമുക്ക് കാണാൻ പറ്റുന്നത്. അദ്ദേഹത്തിന്റെ രണ്ടാമത്തെ ഫേസ്ബുക്ക് പോസ്റ്റ് കൂടി ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നു. കഴിഞ്ഞ ദിവസം ഇട്ട പോസ്റ്റിന്റെ മറുപടിയായാണ് ഇദ്ദേഹം ഇന്നും ഇത്തരത്തിലുള്ള ഒരു പോസ്റ്റ് ഇട്ടത്. അതിൽ പറയുന്നത് ഇതാണ്: വിമർശകർക്കെതിരെ വലിയ രീതിയിലുള്ള ഒരു പോസ്റ്റാണ് ഇപ്പോൾ ഇട്ടിരിക്കുന്നത്. തനിക്കെതിരെ വിമർശനം ഉന്നയിക്കുന്നത് താൻ പറയുന്നത് ശരിക്കും മനസ്സിലാകാത്ത ആളുകളാണ് എന്നുള്ളതാണ്. സൈബർ മൂഢന്മാരുടെ സ്വർഗം താൻ പറയുന്നതിന്റെ അർത്ഥം മനസ്സിലാക്കിയിട്ടില്ല എന്നുള്ളൊരു കാര്യമാണ് അദ്ദേഹം എടുത്തു പറഞ്ഞത്. അദ്ദേഹം കഴിഞ്ഞ ദിവസം പറഞ്ഞത് ഇത്രയേ ഉള്ളൂ: ഭരണത്തെക്കുറിച്ച് അത് ഏത് പാർട്ടിയാണെങ്കിലും ആ ഒരു കാലാവധി അവസാനിച്ചാൽ അല്ലെങ്കിൽ ഒരു പരിധി കഴിഞ്ഞാൽ ഒരു ഭരണമാറ്റം വേണം എന്നൊരു കാര്യമാണ് അദ്ദേഹം കഴിഞ്ഞ ദിവസം പറഞ്ഞത്. ഇതിന്റെ തുടർച്ചയായാണ് ഇത്തരത്തിലുള്ള പോസ്റ്റ്. അതായത് അദ്ദേഹം പറഞ്ഞ കാര്യങ്ങൾ മനസ്സിലാകാത്തവരാണ് ഇത്തരത്തിൽ അദ്ദേഹത്തിനെതിരെ വിമർശനം ഉന്നയിക്കുന്നത് അല്ലെങ്കിൽ സൈബർ പോരാളികളെ പോലെ പെരുമാറുന്നത് എന്നുള്ളൊരു കാര്യമാണ് അദ്ദേഹം പറഞ്ഞത്. ഈ മാർക്സിസത്തെ കുറിച്ചൊക്കെ അദ്ദേഹം പരാമർശിച്ചിട്ടുണ്ട്. മാർക്സിസം പ്രവർത്തിക്കേണ്ടത് ദരിദ്രരെയും തൊഴിലാളികളെയും കർഷകരെയും ന്യൂനപക്ഷങ്ങളെയും ശക്തിപ്പെടുത്താൻ വേണ്ടിയാണ്, അല്ലാതെ ഈ മധ്യവർഗത്തെ തൃപ്തിപ്പെടുത്തുന്നതിന് വേണ്ടിയല്ല മാർക്സിസം പ്രവർത്തിക്കേണ്ടത് എന്നതടക്കമുള്ള കാര്യങ്ങൾ പരാമർശിച്ചുകൊണ്ടാണ് ഇന്ന് ഈ പോസ്റ്റ് അദ്ദേഹം ഇട്ടത്. 1985 മുതൽ താൻ ഫാസിസത്തിനെതിരെ സംസാരിക്കുന്ന ഒരു വ്യക്തിയാണ്. വിമർശനം ഉന്നയിക്കുന്ന അജ്ഞന്മാർ രാഷ്ട്രീയ പാർട്ടികളുടെ ഒത്തുതീർപ്പുകളെ കുറിച്ച് സംസാരിക്കുന്നില്ലെന്നും അദ്ദേഹം ഫേസ്ബുക്ക് പോസ്റ്റ് പറയുന്നുണ്ട്. എന്തായാലും മന്ത്രി കെ രാജൻ അടക്കം ഇതിനെതിരെ ഇപ്പോൾ പ്രതികരിച്ചിട്ടുണ്ട്. ആശിരി, ശരി, വാർത്തയുടെ വിശദാംശങ്ങളാണ് ഹരീഷ് തൃശ്ശൂരിൽ നിന്നും നൽകിയത്. മറ്റു വാർത്തയിലേക്ക്. ശബരിമല സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട് നടൻ ജയറാമിന് നോട്ടീസ് നൽകി എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ്. ചോദ്യം ചെയ്യലിന് ഹാജരാകാനാണ് നിർദ്ദേശം. സ്വർണ്ണക്കൊള്ളക്കേസ് പ്രതി ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായുള്ള നടന്റെ ബന്ധമാണ് ED അന്വേഷിക്കുന്നത്. ശബരിമലയിലെ സ്വർണം ഉപയോഗിച്ച് പ്രതികൾ ഏതെങ്കിലും തരത്തിലുള്ള സാമ്പത്തിക നേട്ടം ഉണ്ടാക്കിയിട്ടുണ്ടോ എന്നതിലാണ് EDയുടെ പരിശോധന നടക്കുന്നത്. നടൻ ജയറാമിനെ സാക്ഷി എന്ന നിലയിൽ SIT ചോദ്യം ചെയ്തിരുന്നു. ഇതിനു പിന്നാലെയാണ് ഇപ്പോൾ EDയും ചോദ്യം ചെയ്യലിനായി വിളിപ്പിച്ചിരിക്കുന്നത്. ജയറാമിന്റെ വീട്ടിൽ ദ്വാരപാലക പാളികൾ വെച്ച് പൂജ നടന്നിരുന്നു. ഇതുമായി ബന്ധപ്പെട്ട് ജയറാം SITക്ക് നൽകിയ വിശദീകരണങ്ങളിൽ പൊരുത്തക്കേടുള്ളതായി റിപ്പോർട്ടുകളുണ്ടായിരുന്നു. അടുത്തയാഴ്ച ജയറാം EDക്ക് മുന്നിൽ ചോദ്യം ചെയ്യലിന് ഹാജരാകും. ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായി അടുത്ത ബന്ധമുണ്ടായിരുന്നെന്ന് നേരത്തെ ജയറാം മൊഴി നൽകിയിരുന്നു. ശബരിമലയിലെ പ്രധാനപ്പെട്ട ഒരാൾ എന്ന നിലയ്ക്കായിരുന്നു പരിചയം. സ്മാർട്ട് ക്രിയേഷൻസുമായോ സ്പോൺസർമാരുമായോ പരിചയമില്ലെന്നും അന്ന് SITക്ക് മുന്നിൽ ജയറാം മൊഴി നൽകി. തന്റെ കയ്യിൽ നിന്ന് 1 രൂപ പോലും ഇവരാരും വാങ്ങിയിട്ടില്ലെന്നുമായിരുന്നു ജയറാമിന്റെ പ്രതികരണം. ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ വിവരങ്ങൾ ശേഖരിക്കുന്നതിന് വേണ്ടി 12 പേർക്കാണ് ED ഇപ്പോൾ സമൻസ് അയച്ചിരിക്കുന്നത്. ഇതിൽ 3 പേർ മാത്രമാണ് SITയുടെ പ്രതിപട്ടികയിലുള്ളത്. അമൃത ന്യൂസ്, കൊച്ചി. ശബരിമല കൊടിമര നിർമ്മാണത്തിൽ ക്രമക്കേട് ഉണ്ടായിട്ടില്ലെന്ന് ദേവസ്വം ബോർഡ് മുൻ അംഗം അജയ് തറയിൽ. 412 ഗ്രാം സ്വർണം അധിക സംഭാവനയായി ലഭിച്ചുവെന്നും കണക്കുകളെല്ലാം ഹൈക്കോടതിയെ ബോധിപ്പിച്ചതാണെന്നും അജയ് തറയിൽ കൊച്ചിയിൽ പറഞ്ഞു. ഹൈക്കോടതി നിർദ്ദേശപ്രകാരമാണ് ശബരിമലയിൽ അറ്റകുറ്റപ്പണി നടത്തിയത്. അറസ്റ്റിനെ ഭയക്കുന്നില്ലെന്നും രാഷ്ട്രീയ നീക്കം പ്രതിരോധിക്കുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. CPMന്റെ ഉത്തരവാദിത്തപ്പെട്ട ഒരു നേതാവ് എന്നെ വിളിച്ച് പറഞ്ഞ അജയ സൂക്ഷിക്കണം,
ശ്രീ VD സതീശന്റെ ജാഥ പുതുയുഗ ജാഥ എറണാകുളത്ത് വരുമ്പോൾ അജയ് തറയിലിനെ ചോദ്യം ചെയ്യാനുള്ള പദ്ധതിയാണ് ഗവൺമെന്റ് ഇട്ടിരിക്കുന്നത്. ഉദ്ഘാടനം ചെയ്ത പിറ്റേ ദിവസം അടൂർ പ്രകാശിനെ ചോദ്യം ചെയ്തു. എറണാകുളത്ത് വരുമ്പോൾ അജയ് തറയിലിനെ ചോദ്യം ചെയ്യാൻ പദ്ധതി ഇട്ടിരിക്കുന്നു. ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ അടൂർ പ്രകാശിന്റെ മൊഴിയെടുത്ത സാഹചര്യത്തിൽ പിണറായി വിജയന്റെ മൊഴിയെടുക്കണമെന്ന പ്രതിപക്ഷ നേതാവ് VD സതീശൻ. പ്രത്യേക അന്വേഷണ സംഘത്തിൽ CPM ഏജന്റുമാരുണ്ട്. അവർ കൃത്യമായ വിവരങ്ങൾ ചോർത്തി നൽകുന്നുവെന്നും പ്രതിപക്ഷ നേതാവ് ആരോപിച്ചു. നമ്മുടെ ജാഥ യാത്ര തുടങ്ങിയതിന്റെ പിറ്റേ ദിവസമാണ് ശ്രീ അടൂർ പ്രകാശിന്റെ മൊഴിയെടുത്തത്. അതൊരു വാർത്തയാണല്ലോ. മൊഴിയെടുത്തതിൽ ഒരു വിരോധമില്ല, ചോദ്യം ചെയ്തതൊന്നുമല്ല, അദ്ദേഹത്തിന്റെ മൊഴിയെടുത്താണ്. അത് എന്താ കാര്യം? അദ്ദേഹത്തിന്റെ ഫോട്ടോ ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ കൂടെ കണ്ടു. ഞാൻ വളരെ ലളിതമായൊരു ചോദ്യം ചോദിച്ചു. ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ കൂടെ പിണറായി വിജയന്റെ പടമുണ്ട്. അടൂർ പ്രകാശിന്റെ മൊഴിയെടുക്കുകയാണെങ്കിൽ പിണറായി വിജയന്റെ മൊഴിയെടുക്കണം. എന്താ സംശയം? ശബരിമല സ്വർണ്ണക്കൊള്ള കേസിലെ പ്രതി ബെല്ലാരിയിലെ ജ്വല്ലറി ഉടമ ഗോവർദ്ധന് തിരിച്ചടി. ജാമ്യാപേക്ഷ സുപ്രീം കോടതി തള്ളി. അന്വേഷണം നടക്കുന്നതിനാൽ ഇടപെടാനാകില്ലെന്ന് കോടതി വ്യക്തമാക്കുന്നു. ജസ്റ്റിസ് ദീപാങ്കർ ദത്ത അധ്യക്ഷനായ ബെഞ്ചാണ് ഹർജി പരിഗണിച്ചത്. 2 കേസുകളിലും ജാമ്യം തേടിയായിരുന്നു ഗോവർദ്ധന്റെ ഹർജി. ഹൈക്കോടതി ജാമ്യാപേക്ഷ തള്ളിയതിനെ തുടർന്നാണ് ഗോവർദ്ധനൻ സുപ്രീം കോടതിയെ സമീപിച്ചത്. താൻ അയ്യപ്പ ഭക്തനാണെന്നും സ്വർണ്ണക്കൊള്ളയിൽ പങ്കില്ല എന്നുമായിരുന്നു ജാമ്യ ഹർജിയിൽ ഗോവർദ്ധനൻ ചൂണ്ടിക്കാട്ടിയത്. ശബരിമല സ്വർണ്ണക്കൊള്ള കേസിൽ പ്രതിയായ തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് മുൻ പ്രസിഡന്റും മുൻ കമ്മീഷണറുമായ N. വാസുവിന്റെ ജാമ്യാപേക്ഷയിൽ വിധി നാളെ. ജാമ്യാപേക്ഷ പരിഗണിച്ച കൊല്ലം വിജിലൻസ് കോടതി വിധി പറയാൻ നാളത്തേക്ക് മാറ്റുകയായിരുന്നു. റിമാൻഡ് കാലാവധി 90 ദിവസം കഴിഞ്ഞത് കാട്ടി സ്വാഭാവിക ജാമ്യ ഹർജിയാണ് നൽകിയത്. കട്ടിളപ്പാളി കേസിലാണ് N. വാസു പ്രതിയായിട്ടുള്ളത്. മുൻ ദേവസ്വം പ്രസിഡന്റും CPM നേതാവുമായ പത്മകുമാറിനെ വീണ്ടും റിമാൻഡ് ചെയ്തു. 14 ദിവസത്തേക്കാണ് കൊല്ലം വിജിലൻസ് കോടതി റിമാൻഡ് ചെയ്തത്. പത്മകുമാറിന്റെ റിമാൻഡ് കാലാവധി 90 പൂർത്തിയാകാൻ ഇനി ദിവസങ്ങൾ മാത്രമാണ് ബാക്കിയുള്ളത്. പത്മകുമാറും ഉടൻ സ്വാഭാവിക ജാമ്യത്തിന് കോടതിയെ സമീപിക്കും. അതേസമയം തന്ത്രിയുടെ ജാമ്യ ഹർജിയിൽ ഇന്ന് ഉച്ചയ്ക്ക് ശേഷമാണ് പ്രോസിക്യൂഷൻ വാദം. ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ കോൺഗ്രസ് നേതൃത്വത്തിന് പങ്കുണ്ടെന്ന് വ്യക്തമാക്കുന്നുവെന്ന് CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ. കൊടിമരം മാറ്റുന്നതിനായി പിരിച്ച പണം എവിടെ പോയെന്നും അദ്ദേഹം ചോദിച്ചു. ഇത്തരത്തിൽ കൊള്ള നടത്തിയവരെ പൂർണ്ണമായും നിയമത്തിന് മുൻപിൽ കൊണ്ടുവരണം. ഉണ്ണികൃഷ്ണൻ പോറ്റി സോണിയാഗാന്ധിയെ കണ്ടതിലുള്ള ദുരൂഹത മാറ്റണം. ജമാഅത്തെ ഇസ്ലാമിയുമായുള്ള UDF ബന്ധത്തിൽ കോൺഗ്രസ് ഹൈക്കമാൻഡും ലീഗും നിലപാട് വ്യക്തമാക്കണമെന്നും MV ഗോവിന്ദൻ ആവശ്യപ്പെട്ടു. ഹൈക്കോടതിയുടെ പുതിയ വിധിയോടെ കോൺഗ്രസിന്റെ പ്രമുഖ നേതൃത്വത്തിന് വളരെ പ്രധാനപ്പെട്ട ഉത്തരവാദിത്വം ഈ കുടിമര മാറ്റം ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ ഉണ്ട് എന്ന് വ്യക്തമായിരിക്കുകയാണ്. ഇപ്പോൾ 30 ദിവസത്തിനകം അന്വേഷണം നടത്തി വിജിലൻസിന്റെ റിപ്പോർട്ട് ഹൈക്കോടതിക്ക് കിട്ടണം എന്നിപ്പോൾ ഹൈക്കോടതി പറഞ്ഞിരിക്കുകയാണ്. CPM സംസ്ഥാന കമ്മിറ്റി അംഗം KP ഉദയഭാനുവിനെതിരെ വക്കീൽ നോട്ടീസ് അയച്ച ആന്റോ ആന്റണി MP സമൂഹ മാധ്യമത്തിലൂടെ വീഡിയോ പിൻവലിച്ച് നിരുപാധികം മാപ്പ് പറയണമെന്ന നോട്ടീസിൽ ആവശ്യപ്പെടുന്നു. അല്ലെങ്കിൽ 1 കോടി രൂപ നഷ്ടപരിഹാരം നൽകണമെന്നും വക്കീൽ നോട്ടീസിൽ പറയുന്നു. അതേസമയം താൻ പറഞ്ഞ കാര്യത്തിൽ ഉറച്ചു നിൽക്കുന്നുവെന്ന് KP ഉദയഭാനു പറഞ്ഞു. സമൂഹത്തിന് മുൻപിൽ മാനത്തിന്റെ തുണി അഴിഞ്ഞു നിൽക്കുകയാണ് ആന്റോ ആന്റണിയെന്ന്, മാപ്പ് പറയേണ്ടത് താനല്ല ആന്റോ ആന്റണിയാണെന്നും ഉദയഭാനു പറയുന്നു. സമൂഹത്തിന് മുന്നിൽ മാനത്തിന്റെ ഉടുതുണി അഴിഞ്ഞ് നിൽക്കുന്ന ആന്റോ ആന്റണിക്ക് എന്ത് മാനനഷ്ട കേസ്? ഇവിടെ പ്രധാനമായ പ്രസക്തി ആന്റോ ആന്റണി NN രാജുവിന്റെ കയ്യിൽ നിന്ന് 2 കോടി രൂപ വാങ്ങിച്ചു എന്നുള്ളതാണ്. NN രാജു പത്രസമ്മേളനം നടത്തി അത് വ്യക്തമാക്കിയിട്ടുണ്ട്. വാളയാർ കേസിലെ പ്രതികളുടെ ജാമ്യം റദ്ദാക്കണമെന്നാവശ്യപ്പെട്ട് അന്വേഷണ സംഘം ഹൈക്കോടതിയിൽ 9 പ്രതികൾക്ക് മണ്ണാർക്കാട് SC/ST പ്രത്യേക കോടതിയാണ് ജാമ്യം അനുവദിച്ചത്. പ്രതികൾക്ക് ജാമ്യം ലഭിച്ചതിനാൽ ഡിജിറ്റൽ തെളിവുകൾ നശിപ്പിക്കാൻ സാധ്യതയുണ്ടെന്നാണ് പ്രോസിക്യൂഷന്റെ വാദം. വിവരങ്ങളുമായി അഡ്വക്കേറ്റ് രാജേഷ് ചേരുന്നുണ്ട് കൊച്ചിയിൽ നിന്നും. രാജേഷ്, എന്തൊക്കെയാണ് പ്രോസിക്യൂഷൻ ഇന്നിപ്പോൾ കോടതിയിൽ അറിയിച്ചത്? ഒപ്പം അന്വേഷണ സംഘം എന്താണ് പറയുന്നത്? വിവരങ്ങൾ.
ഒരു ആൾക്കൂട്ട കൊലപാതകമാണ്. ഈ ആൾക്കൂട്ട കൊലപാതകത്തിൽ 9 പ്രതികൾക്ക് ഈ അവസരത്തിൽ അന്വേഷണം പൂർത്തിയാകുന്നതിന് മുമ്പ് ജാമ്യം അനുവദിച്ചതിനെതിരെയാണ് ഇപ്പോൾ ക്രൈംബ്രാഞ്ചിന്റെ പ്രത്യേക അന്വേഷണ സംഘം ഹൈക്കോടതിയെ സമീപിച്ചിട്ടുള്ളത്. പ്രധാനമായും പറയുന്നത് ഡിജിറ്റൽ തെളിവുകളൊക്കെ ഇവർ നശിപ്പിക്കാൻ സാധ്യതയുണ്ട്. ക്യാമറ അതുപോലുള്ള ഇതിൽ പതിഞ്ഞിരുന്ന ദൃശ്യങ്ങൾ അങ്ങനെ വീണ്ടെടുക്കാനുള്ള കുറെ ദൃശ്യങ്ങളുണ്ട്. ഇതെല്ലാം ഇപ്പോൾ ജാമ്യം ലഭിച്ചതിനാൽ അതിന്റെ കേസ് അന്വേഷണത്തെ സാരമായി ബാധിക്കാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് ഇവരുടെ ജാമ്യം റദ്ദാക്കണമെന്നാണ് ക്രൈംബ്രാഞ്ച് ആവശ്യപ്പെട്ടുള്ളത്. ഹൈക്കോടതി ഇത് പിന്നീട് പരിഗണിക്കും. പക്ഷേ ഒരു കോടതി ജാമ്യം അനുവദിച്ചതുകൊണ്ട് ഈ പ്രതികളെയും കൂടി കേട്ട ശേഷം മാത്രമേ ഹൈക്കോടതി ഇക്കാര്യത്തിൽ തീരുമാനമെടുക്കുവാൻ സാധ്യതയുള്ളൂ. ശരി, വിവരങ്ങളാണ് കൊച്ചിയിൽ നിന്നും അഡ്വക്കേറ്റ് രാജേഷ് നൽകിയത്. VC മോഹനൻ കുന്നുമ്മലിനെതിരെ പ്രതിഷേധവുമായി കേരള സർവകലാശാലയിലേക്കുള്ള SFI മാർച്ച് അക്രമാസക്തം. പോലീസ് ജലപീരങ്കി പ്രയോഗിച്ചു. ബാരിക്കേഡ് തള്ളിമാറ്റി. രജിസ്ട്രാർ ഓഫീസിന് മുന്നിലേക്ക് എത്തി പ്രവർത്തകർ. പ്രതിഷേധം. യൂണിവേഴ്സിറ്റി കലോത്സവത്തിന് ഫണ്ട് അനുവദിക്കുക, കായികോത്സവത്തിൽ പങ്കെടുത്ത കുട്ടികൾക്കുള്ള DA അനുവദിക്കുക എന്നീ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ്. വിവരങ്ങളുമായി രജിത്ത് ചേരുന്നുണ്ട് തിരുവനന്തപുരത്തു നിന്നും. രജിത്ത്, നമ്മൾ കഴിഞ്ഞ മണിക്കൂറിലൊക്കെ കണ്ടത് വലിയ തരത്തിലുള്ള SFI പ്രവർത്തകരുടെ പ്രതിഷേധമാണ്. ഈ പ്രതിഷേധം ഇപ്പോൾ അവസാനിച്ചിട്ടുണ്ടോ? പ്രവർത്തകർ പിരിഞ്ഞു പോയിട്ടുണ്ടോ? എന്താണ് നിലവിലെ സാഹചര്യം? നിലവിലും പ്രതിഷേധവുമായി SFI പ്രവർത്തകർ രജിസ്ട്രാറുടെ റൂമിന് മുന്നിൽ നിലയുറപ്പിച്ചിരിക്കുന്നു എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. വൈസ് ചാൻസലർ തൃശ്ശൂരാണ് എന്നാണ് അവർ അറിയിച്ചിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഇപ്പോൾ രജിസ്ട്രാറുമായി ചർച്ച നടത്തുകയാണ് നേതാക്കളൊക്കെയും. രജിസ്ട്രാർ ഇക്കാര്യത്തിൽ തീരുമാനം അറിയിക്കുകയാണെങ്കിൽ പ്രതിഷേധത്തിൽ നിന്ന് പിന്മാറാമെന്ന നിലപാടിലേക്ക് SFI പ്രവർത്തകർ എത്തിയിട്ടുണ്ട്. നേതാക്കൾ ഉൾപ്പെടെയുള്ളവർ ചേർന്നുകൊണ്ട് ഇപ്പോൾ ചർച്ചകൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നു. ശക്തമായ പ്രതിഷേധമായിരുന്നു രാവിലെ പ്രവർത്തകരുടെ ഭാഗത്തു നിന്നും ഉണ്ടായിരുന്നത്. ശക്തമായ ഒരു പ്രതിഷേധത്തിന് ശേഷം രജിസ്ട്രാറുടെ റൂമിന് മുന്നിൽ പ്രവർത്തകർ ഉപരോധിക്കുന്ന ഒരു കാഴ്ചയാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. അതിനുശേഷം നേതാക്കൾ ഇപ്പോൾ രജിസ്ട്രാറുമായി ചർച്ച നടത്തിക്കൊണ്ടിരിക്കുന്നു. രാവിലെ യൂണിവേഴ്സിറ്റിയിലേക്ക് SFI പ്രവർത്തകരുടെ നേതൃത്വത്തിൽ ശക്തമായൊരു മാർച്ച് നടന്നു. മാർച്ചിൽ പോലീസ് ശക്തമായ പ്രതിരോധം തീർത്തെങ്കിലും പ്രവർത്തകർ ബാരിക്കേഡുകൾ തള്ളി നീക്കിക്കൊണ്ട് യൂണിവേഴ്സിറ്റിക്കുള്ളിലേക്ക് തള്ളിക്കയറുന്ന ഒരു കാഴ്ചയായിരുന്നു ഉണ്ടായിരുന്നത്. എന്ത് തന്നെയായാലും ഇപ്പോൾ രജിസ്ട്രാറുടെ ഓഫീസിന് മുന്നിലാണ് പ്രവർത്തകർ ഉപരോധം തീർത്തിരിക്കുന്നത്. രജിസ്ട്രാറുമായി നേതാക്കൾ ചർച്ച നടത്തിക്കൊണ്ടിരിക്കുകയാണ്. സമവായത്തിലെത്തിയാൽ സമരം അവസാനിപ്പിക്കാനാണ് തീരുമാനം. കഴിഞ്ഞ 2 ദിവസമായി SFI പ്രവർത്തകരുടെ രാപ്പകൽ സമരവും യൂണിവേഴ്സിറ്റിയിൽ തുടരുകയാണ്. അതിന് പിന്തുണ പ്രഖ്യാപിച്ചുകൊണ്ടാണ് പ്രവർത്തകർ ഇന്ന് യൂണിവേഴ്സിറ്റിയിലേക്ക് മാർച്ച് നടത്തിയത്. ശരി, വിവരങ്ങളാണ് രജിത്ത് തിരുവനന്തപുരത്തു നിന്നും നൽകിയത്. വാർത്തയിലേക്ക്. ലോക്സഭയിലെ ഭരണ പ്രതിപക്ഷ തർക്കത്തിൽ സമവായത്തിനുള്ള നീക്കം പാളി. KC വേണുഗോപാൽ MPയുടെ നേതൃത്വത്തിൽ പ്രതിപക്ഷ MPമാർ പാർലമെന്ററി കാര്യമന്ത്രിയുമായി കൂടിക്കാഴ്ച നടത്തി. സമവായം ഫലം കാണാത്തതോടെ പ്രതിപക്ഷം ലോക്സഭാ സ്പീക്കർ ഓം ബിർളയ്ക്കെതിരെ അവിശ്വാസ പ്രമേയ നോട്ടീസ് നൽകി. 118 MPമാർ നോട്ടീസിൽ ഒപ്പുവെച്ചിട്ടുണ്ട്. 14 ദിവസത്തിനു ശേഷമാകും നോട്ടീസ് പരിഗണിക്കുക. ലോക്സഭാ ചരിത്രത്തിൽ 4ാം തവണയാണ് സ്പീക്കർക്കെതിരെ അവിശ്വാസ പ്രമേയ നോട്ടീസ് നൽകുന്നത്. NDA ഭരണത്തിൽ ആദ്യമായിട്ടാണ് ഇത്തരമൊരു നീക്കം. അതിനിടെ വനിതാ MPമാർ പ്രധാനമന്ത്രിയുടെ ഇരിപ്പിടത്തിലേക്ക് നീങ്ങുന്ന ദൃശ്യങ്ങൾ BJPയും പുറത്തുവിട്ടു. ഇന്ന് സഭ ആരംഭിച്ചതു മുതൽ പ്രതിപക്ഷം ശക്തമായ പ്രതിഷേധം ഉയർത്തിയിരുന്നു. തുടർന്ന് 12 മണിവരെ സഭാ നടപടികൾ നിർത്തിവെച്ചു. 12 മണിക്ക് സഭ പുനരാരംഭിച്ചുവെങ്കിലും പ്രതിപക്ഷം പ്രതിഷേധം തുടർന്നു. സഭ നടത്താൻ പ്രതിപക്ഷം അനുവദിക്കുന്നില്ലെന്ന് കേന്ദ്രമന്ത്രി കിരൺ റിജിജു വിമർശിച്ചു. പ്രതിപക്ഷ പ്രതിഷേധത്തെ തുടർന്ന് സഭ 2 മണിവരെ നിർത്തിവെച്ചു. വിവാദമായ എപ്സ്റ്റീൻ ഫയലുകളിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ പേര് പരാമർശിക്കപ്പെട്ടതിലും പ്രധാനമന്ത്രി പുലർത്തുന്ന മൗനത്തിലും പ്രതിഷേധിച്ച് പ്രധാനമന്ത്രിയുടെ വസതിയിലേക്ക് യൂത്ത് കോൺഗ്രസിന്റെ മാർച്ച്. യൂത്ത് കോൺഗ്രസ് ദേശീയ അധ്യക്ഷൻ ഉദയ് ഭാനു ചിബിന്റെ നേതൃത്വത്തിലാണ് മാർച്ച്. ജന്തർ മന്ദറിൽ നിന്നും ആരംഭിച്ച മാർച്ചിൽ നിരവധി പ്രവർത്തകരാണ് പങ്കെടുക്കുന്നത്. പ്രധാനമന്ത്രി രാജ്യത്തോട് മറുപടി പറയണമെന്നാണ് യൂത്ത് കോൺഗ്രസിന്റെ ആവശ്യം. മുൻ കരസേനാ മേധാവി ജനറൽ MM നരവനെയുടെ പുസ്തകം പ്രചരിച്ചതിൽ പോലീസ് കേസെടുത്തു. പുസ്തകത്തിന്റെ പതിപ്പ് പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധിക്ക് ആര് നൽകിയെന്നതിൽ വിവാദം മുറുകുന്നതിനിടയിലാണ് നടപടി. പുസ്തകം പ്രസിദ്ധീകരിച്ചിട്ടില്ലെന്ന് പെൻഗ്വിൻ ബുക്സ് അറിയിച്ചു. രാഷ്ട്രപതിയുടെ പ്രസംഗത്തിനുള്ള നന്ദി പ്രമേയ ചർച്ചയിൽ 4 സ്റ്റാർസ് ഓഫ് ഡെസ്റ്റിനി എന്ന ആത്മകഥയുടെ ഹാർഡ് കവർ പതിപ്പ് രാഹുൽ ഗാന്ധി പാർലമെന്റിൽ പ്രദർശിപ്പിച്ചതാണ് വിവാദമായത്.
നരവനെയുടെ പുസ്തകത്തിലെ ചില ഭാഗങ്ങൾ ഉൾപ്പെടുത്തി ദ കാരവൻ മാഗസിൻ പ്രസിദ്ധീകരിച്ച ലേഖനത്തിലെ ഭാഗമാണ് രാഹുൽ ഗാന്ധി ലോക്സഭയിൽ ഉന്നയിച്ചത്. ചൈനീസ് കടന്നുകയറ്റ സമയത്ത് സർക്കാർ വ്യക്തമായ ഉത്തരവ് നൽകിയില്ല എന്ന പരാമർശമാണ് രാഹുൽ ഉയർത്തിയത്. ഇതോടെ ഭരണപക്ഷത്ത് നിന്ന് എതിർപ്പുകൾ ഉയർന്നു. പിന്നീട് പുസ്തകത്തിന്റെ ഹാർഡ് കവർ പതിപ്പും രാഹുൽ സഭയിലെത്തിച്ചു. ഇത് ഭരണ പ്രതിപക്ഷാംഗങ്ങൾ തമ്മിൽ രൂക്ഷമായ വാക്പോരിനിടയാക്കി സഭ സ്തംഭിക്കുകയും ചെയ്തു. പുസ്തകത്തിന് ഇതുവരെ കേന്ദ്ര പ്രതിരോധ മന്ത്രാലയത്തിന്റെ അനുമതി ലഭിച്ചിട്ടില്ല. അങ്ങനെയുള്ള പുസ്തകം രാഹുൽ ഗാന്ധിയുടെ കൈകളിൽ എത്തിയത് ദുരൂഹമാണെന്നാണ് ഭരണപക്ഷം ആരോപിക്കുന്നത്. പ്രസിദ്ധീകരിക്കാത്ത പുസ്തകത്തിന്റെ അച്ചടിച്ച കോപ്പി പാർലമെന്റിലെത്തിയത് സുരക്ഷാ ലംഘനമാണെന്ന് അധികൃതർ വിലയിരുത്തുന്നു. പുസ്തകം നിലവിലില്ലെന്ന് പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ് വ്യക്തമാക്കുകയും ചെയ്തു. ഈ സാഹചര്യത്തിലാണ് ഡൽഹി പോലീസിന്റെ സ്പെഷ്യൽ സെൽ അന്വേഷണം ആരംഭിച്ചത്. പുസ്തകത്തിന്റെ പതിപ്പ് ചോർന്നതിൽ ഗൂഢാലോചനയുണ്ടെന്നാണ് പോലീസ് നിഗമനം. പുസ്തകം ഇതുവരെ അച്ചടിക്കുകയോ ഡിജിറ്റൽ രൂപത്തിൽ പോലും വിതരണം ചെയ്യുകയോ ചെയ്തിട്ടില്ലെന്ന് പ്രസാധകരായ പെൻഗ്വിൻ ബുക്സ് വ്യക്തമാക്കിയിട്ടുണ്ട്. പുസ്തകത്തിന്റെ കോപ്പി ചില വെബ്സൈറ്റുകളിലും ഓൺലൈൻ മാർക്കറ്റിംഗ് പ്ലാറ്റ്ഫോമുകളിലും ലഭ്യമാണെന്ന് പോലീസ് കണ്ടെത്തി. രാഹുൽ ഗാന്ധിക്ക് ഈ പുസ്തകം എങ്ങനെ ലഭിച്ചുവെന്നും പോലീസ് അന്വേഷിക്കും. ന്യൂസ് ഡെസ്ക് അമൃത ന്യൂസ്. മുൻ കരസേനാ മേധാവി ജനറൽ മനോജ് മുകുന്ദൻ നരവനെയുടെ ആത്മകഥയുമായി ബന്ധപ്പെട്ട വിവാദത്തിൽ കേന്ദ്ര സർക്കാരിനെയും പ്രസാധകരായ പെൻഗ്വിനെയും രൂക്ഷമായി വിമർശിച്ച രാഹുൽ ഗാന്ധി ഒന്നുകിൽ നരവനെ അല്ലെങ്കിൽ പ്രസാധകരായ പെൻഗ്വിൻ ഇവരിൽ ആരോ ഒരാൾ കള്ളം പറയുകയാണെന്നും താൻ മുൻ കരസേനാ മേധാവിയാണ് വിശ്വസിക്കുന്നതെന്നും രാഹുൽ ഗാന്ധി പറഞ്ഞു. 2023 തന്റെ പുസ്തകം പ്രൊമോട്ട് ചെയ്തുകൊണ്ടുള്ള നരവനെയുടെ ട്വീറ്റ് രാഹുൽ ഗാന്ധി ചൂണ്ടിക്കാട്ടിക്കൊണ്ടായിരുന്നു പ്രതികരണം. You can look into the tweet. So the point I'm making is either Mr. Narawane is lying and I believe the army chief. Okay? I don't think he will lie. തിരുവനന്തപുരം സെൻട്രൽ സീറ്റിനായി കോൺഗ്രസിൽ പിടിമുറുക്കി VS ശിവകുമാർ. അനധികൃത സ്വത്ത് സമ്പാദന കേസിൽ വിജിലൻസ് ക്ലീൻ ചിറ്റ് നൽകിയതിന് പിന്നാലെയാണ് നീക്കം. അതേസമയം സീറ്റ് നൽകിയില്ലെങ്കിൽ താൻ പാർട്ടി വിടുമെന്നത് CPM നടത്തുന്ന PR വർക്കാണെന്ന് ശിവകുമാർ പറയുന്നു. സംസ്ഥാനത്ത് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ശക്തമായ ത്രികോണ മത്സരം നടക്കുന്ന മണ്ഡലമാണ് തിരുവനന്തപുരം സെൻട്രൽ. ഈ സീറ്റിനായാണ് കോൺഗ്രസിൽ VS ശിവകുമാർ പിടിമുറുക്കിയിരിക്കുന്നത്. MLA ആയിരുന്ന ആന്റണി രാജുവിനെ അയോഗ്യനാക്കിയ സാഹചര്യത്തിൽ സീറ്റ് തിരികെ നേടാനാകുമെന്ന വിശ്വാസത്തിലാണ് കോൺഗ്രസ്. ശിവകുമാറിനെ കൂടാതെ K മുരളീധരൻ, ശബരിനാഥൻ എന്നിവരുടെ പേരുകളാണ് കോൺഗ്രസ് പരിഗണിക്കുന്നത്. അനധികൃത സ്വത്ത് സമ്പാദന കേസിൽ വിജിലൻസ് ക്ലീൻ ചിറ്റ് നൽകിയതോടെയാണ് സീറ്റ് തനിക്ക് വേണമെന്ന ആവശ്യം ശിവകുമാർ ശക്തമാക്കുന്നത്. സീറ്റ് ലഭിച്ചില്ല എങ്കിൽ താൻ പാർട്ടി വിടുമെന്നത് CPMന്റെ PR വർക്കിന്റെ ഭാഗമാണ് എന്നാണ് ശിവകുമാർ പറയുന്നത്. തനിക്കെതിരെ CPM പ്രചരണം കുറേ നാളുകളായി തുടരുകയാണ്. അതിന്റെ ഭാഗമായിട്ടാണ് ഇത്. അതേസമയം തിരുവനന്തപുരം സെൻട്രൽ അല്ലാതെ മറ്റ് ഏതു സീറ്റിൽ തന്നെ പരിഗണിക്കുമെന്ന ചോദ്യവും ശിവകുമാർ നേതൃത്വത്തോട് ഉയർത്തിയിട്ടുണ്ട്. ജയസാധ്യത തന്നെയാണ് കോൺഗ്രസ് സ്ഥാനാർത്ഥി നിർണയത്തിൽ പ്രധാന ഘടകമാവുക. അതിനാൽ തന്നെ ശിവകുമാറിന്റെ ആവശ്യത്തെ കോൺഗ്രസ് നേതൃത്വം പരിഗണിക്കുന്നത് എങ്ങനെയെന്നാണ് ഇനി അറിയേണ്ടത്. അമൃത ന്യൂസ്, തിരുവനന്തപുരം. മലമ്പുഴയിൽ സ്ഥാനാർത്ഥിയാകാൻ കോൺഗ്രസ് സമീപിച്ചിരുന്നുവെന്ന് VS അച്യുതാനന്ദന്റെ PA ആയിരുന്ന A സുരേഷ് ഒരു തീരുമാനവും എടുത്തിട്ടില്ല. ഒരു തീരുമാനം അറിയിച്ചിട്ടുമില്ല. പല കാര്യങ്ങളും കോൺഗ്രസ് നേതാക്കളുമായി ചർച്ച ചെയ്തിട്ടുണ്ട്. അത് പുറത്തു പറയാനില്ല. ഇടതുപക്ഷത്തിന് നന്മയ്ക്കായി പല സാഹിത്യന്മാരും പല അഭിപ്രായങ്ങളും പറയുന്നുണ്ട്. പാർട്ടി നിലനിൽക്കണമെന്നാണ് ആഗ്രഹിക്കുന്നതെന്നും ഇടതുപക്ഷക്കാരനായി തുടരാനാണ് ആഗ്രഹം. പക്ഷേ മത്സരിക്കുന്ന കാര്യത്തിൽ ഇപ്പോഴും തീരുമാനമെടുത്തിട്ടില്ലെന്നും അദ്ദേഹം പറയുന്നു. മസ്തിഷ്ക മരണം സംഭവിച്ച മുൻ ISR ഉദ്യോഗസ്ഥന്റെ അവയവങ്ങൾ ദാനം ചെയ്തു. ഈ മാസം 5-ന് ക്ഷേത്ര ദർശനം കഴിഞ്ഞ് മടങ്ങുന്നതിനിടെ തൃപ്പൂണിത്തുറയിൽ വെച്ചുണ്ടായ ബൈക്ക് അപകടത്തിലാണ് P. അയ്യപ്പന് ഗുരുതരമായി പരിക്കേറ്റത്. പിന്നീട് മസ്തിഷ്ക മരണം സ്ഥിരീകരിക്കുകയായിരുന്നു. മുൻ ISR ഉദ്യോഗസ്ഥനായ അയ്യപ്പന്റെ അവയവങ്ങൾ മരണശേഷവും കർമ്മനിരതമാണ്. ബൈക്ക് അപകടത്തിൽ പരിക്കേറ്റ 75-കാരനായ P. അയ്യപ്പൻ കൊച്ചി അമൃത ആശുപത്രിയിൽ ചികിത്സയിൽ ഇരിക്കെയാണ് മസ്തിഷ്ക മരണം ഡോക്ടർമാർ സ്ഥിരീകരിച്ചത്. അമൃത ആശുപത്രിയിലെ ബ്ലഡ് ബാങ്ക് ജീവനക്കാരിയായ മകൾ ധന്യയും മകൻ ധനേഷും കടുത്ത ദുഃഖത്തിനിടയിലും അവയവദാനം എന്ന മഹത്തായ തീരുമാനത്തിന് മുന്നോട്ട് വരികയായിരുന്നു. പിതാവിന്റെ വിയോഗം വേദനയാണെങ്കിൽ പോലും അച്ഛൻ വഴി ഒരുപാട് ആളുകൾക്ക് ജീവിതം തിരികെ ലഭിക്കുന്നത് സന്തോഷം നൽകുന്ന കാര്യമാണെന്ന് മക്കൾ പറഞ്ഞു. സർക്കാർ ഏജൻസിയായ കെസോട്ടോ വഴിയാണ് അവയവദാന നടപടികൾ പൂർത്തിയാക്കിയത്. And his family has graciously allowed us to encouraged us to take organs for transplantation. Mr. Ayyappan has donated his liver, his corneas and his hand. It's a very big step because for many other patients this goes a long way in restructuring their lives. Organ donation is not new. What is certainly new is that families increasingly are stepping forward to facilitate the donation of organs of their near and dear ones. So in a final act, Ayyappan, what he has done and achieved cannot be measured by words. അയ്യപ്പന്റെ വലതുകൈ അമൃത ആശുപത്രിയിൽ തന്നെ ചികിത്സയിലുള്ള
പത്തനംതിട്ട ജില്ലയിലെ പെരുന്നാട് സ്വദേശി 47-കാരനാണ് നൽകിയത്. ഡോക്ടർ സുബ്രഹ്മണ്യ അയ്യരുടെ നേതൃത്വത്തിലാണ് ശസ്ത്രക്രിയ നടത്തിയത്. അമൃത ആശുപത്രിയിൽ തന്നെ ചികിത്സയിലുള്ള പത്തനംതിട്ട സ്വദേശിയായ 58-കാരനാണ് കരൾ മാറ്റിവെക്കൽ നടത്തിയത്. ഡോക്ടർ ബിനോജ് എസ് ടി, ഡോക്ടർ സുധീന്ദ്രൻ എന്നിവർ ശസ്ത്രക്രിയയ്ക്ക് നേതൃത്വം നൽകി. കണ്ണുകൾ നേത്രബാങ്കിലേക്ക് ദാനം ചെയ്തു. പോസ്റ്റ്മോർട്ടം നടപടികൾക്ക് ശേഷം മൃതദേഹം ബന്ധുമിത്രാദികൾക്ക് വിട്ടു നൽകി. പ്രാർത്ഥനാ ചടങ്ങുകൾക്ക് ബ്രഹ്മചാരി ജയതാമൃത ചൈതന്യ, സംസിദ്ധാമൃത ചൈതന്യ എന്നിവർ നേതൃത്വം നൽകി. അമൃത ന്യൂസ്, കൊച്ചി. ഉച്ചവാർത്ത പൂർണ്ണമാകുന്നു. കൂടുതൽ വാർത്തകൾക്കായി അമൃത ന്യൂസിന്റെ യൂട്യൂബ് ചാനൽ സന്ദർശിക്കുക. നമസ്കാരം.